ഗിരിയേട്ടനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഈ വീട്ടിൽ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വിശ്വസിച്ച അമ്മയ്ക്ക് സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോളൂ. പക്ഷേ അതത്ര എളുപ്പമാവും നമ്മ കരുതണ്ട. മോനെ, ഇതാ ചായ. ഇപ്പൊ എങ്ങനെയുണ്ടടാ? വേദനയ്ക്ക് കുറവുണ്ടോ? ആ, മാറി വരുന്നുണ്ട്. നിനക്ക് മര്യാദയ്ക്ക് മുറിയിൽ കട്ടിലേ പോയി കിടക്കായിരുന്നില്ലേ? എന്തിനാ വയ്യാതെ സോഫയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നത്? മുറി ചെന്ന് കിടന്നാലേ മഹിമ ഇവിടെ ഇല്ല എന്നുള്ള തോന്നൽ കൂടുതലുണ്ടാവും. ഇവിടെ ഓരോന്ന് ആലോചിച്ച് കിടന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ ഇന്നലത്തെ ഉറക്കം അടിപൊളിയായിരുന്നു. ഞാനൊരു സ്വപ്നവും കണ്ടു. എന്ത് സ്വപ്നം? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴേ മഹിമ എന്നെ കാണാൻ വന്നു. എന്നിട്ടെന്താ, എന്നെ ഉണർത്താതെ ഒരു ഉമ്മ എന്നിട്ട് പോയി. നല്ല സ്വപ്നം അല്ലേ? ആ, അതാ ഈ സോഫയുടെ ഐശ്വര്യം. ആ, സന്തോഷേ പറടാ. എപ്പോ? ആ, അവനിത് കിട്ടേണ്ട തന്നെ ആയിരുന്നു. മഹിമയോ? എടാ, അവന് പേടിച്ച് വട്ടായതാ. ആ, ശരി ശരി, എന്തായാലും വൈകിട്ട് കാണാം. ആ, ശരി. എന്താടാ കാര്യം? സഞ്ജുവിനെ ഇന്നലെ ആരോ വീട്ടിൽ കയറി തല്ലിന്ന്. തല്ലാൻ വന്നതേ മഹിമയാണെന്ന് വിശ്വസിച്ചിരിക്കുക മണ്ടൻ. പേടിച്ച് കുറച്ച് അവന്റെ ബോധം പോയെന്നാ തോന്നുന്നേ. ഇന്നലെ തന്നെ ഈ വട്ടം പറഞ്ഞ് പോലീസുകാരെ കൊണ്ട് അവള് ജയിലുണ്ടോന്നവർ അന്വേഷിപ്പിച്ചു. എന്നിട്ട് അമ്മ എന്താ ഇക്കാര്യത്തിൽ സസ്പെൻസ് ഉള്ള പോലെ ചോദിക്കുന്നേ? മഹിമ അവിടെ അല്ലാതെ വേറെ അങ്ങോട്ട് പോകാനാ? കമ്മീഷണറെ കൊണ്ട് നേരിട്ടാണ് ഗോപാലിനി വിഷയം അന്വേഷിപ്പിച്ചത്. ഐശ്വര്യ മാഡം എന്തായാലും സഞ്ജുവിനെ ചീത്ത വിളിച്ചു കാണും. ഹോ, ജയിലിൽ കിടന്നിട്ടും മഹിമക്ക് അവന്മാർ ഇത്രയും പീഡിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അവളല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും സഞ്ജുവിനെ തല്ലിയത്? അറിയില്ല, ഗിരിയാവാൻ സാധ്യതയില്ല. അവനാണെങ്കിൽ നേരെ ഒന്ന് തല്ലിയിട്ട് പോയല്ലേ ഉള്ളൂ. ഇതുപോലെ മുങ്ങിയൊന്നും ചെയ്യൂല. പിന്നെ വേറെ ആർക്കാണാവോ ഈ നാട്ടില് ഗോപാലിന്റെ വീട്ടിൽ കയറി സഞ്ജുവിനെ തല്ലാൻ ധൈര്യമുള്ളത്? പിന്നെ മഹിമ തന്നെ ഉള്ളത്. പക്ഷെ അവള് ജയിലായി പോയില്ലേ? ജയിലിലല്ല, ഏതു പാതാളത്തിലാണെങ്കിലും നിനക്കൊരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞ അവള് വരും. അമ്മ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ സഞ്ജുവിനെ തല്ലിയത് മഹിമയാണെന്നോ? സഞ്ജുവിനെ തല്ലിയത് മാത്രമല്ല, ഉറങ്ങുമ്പോ നിന്നെ വന്ന് കണ്ടതും ഉമ്മ തന്നതും അവള് തന്നെയാ. എടാ, നീ കണ്ടത് സ്വപ്നമായിരുന്നില്ല. അവളിവിടെ വന്നായിരുന്നു, ഞാൻ കണ്ടു, സംസാരിക്കുകയും ചെയ്തു. അവളെങ്ങനെ ജയിലിൽ ഇറങ്ങിയത്? അവളെ സഹായിക്കുന്ന ആരൊക്കെയോ അവിടെ ഉണ്ട്. ആ, അത് അക്കമ്മയായിരിക്കും. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞ് അവള് കൃത്യസമയത്ത് അവിടെ തിരിച്ചു കയറുമെന്നാ എന്നോട് പറഞ്ഞു. അവൾ അങ്ങനെ തന്നെ ചെയ്തു. അവക്ക് എന്നെ ഒന്ന് ഉണർത്താമായിരുന്നു. ആ, അങ്ങനെ ചെയ്തിരുന്നെങ്കിലേ നീ അവളെ വഴക്ക് പറഞ്ഞ് വീണ്ടും ജയിലിലേക്ക് തിരിച്ചയച്ചേനെ. അവള് സഞ്ജുവിനെ തല്ലുമെന്ന് തീരുമാനിച്ചു തന്നെയാ വന്ന്. നീയുമായിട്ടൊരു വഴക്ക് വേണ്ടെന്ന് അവള് വിചാരിച്ചു കാണും. നിനക്ക് വേണ്ടി അവൾ എന്തും ചെയ്യുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ പ്രീതിയുടെ കാര്യങ്ങളൊക്കെ ചെന്നൊന്ന് അന്വേഷിക്ക്. നിന്റെ കുഞ്ഞിനെ ചുമക്കുന്നവളല്ലേ?
എന്റെ അമ്മ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. ഞാനിവിടെ തീ നിന്നോണ്ടിരിക്കുക. അറിയാതെയാണെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇനി ആ തെറ്റിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി പ്രീതി ഗർഭിണി കൂടി ആയാൽ പിന്നെ പറയണ്ട, ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ആ എന്തായാലും അതിന്റെ ആവശ്യമൊന്നും വരില്ല. പ്രീതി പ്രഗ്നന്റ് അല്ല. അവൾ ഈ വിഷയം പറഞ്ഞ് കൂടുതൽ നമ്പർ ഇറക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. നെഗറ്റീവാണ്. ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. ഇതുകൊണ്ട് പ്രശ്നം തീർന്നുവെന്ന് നീ സമാധാനിക്കണ്ട. പ്രീതി ഈ വീട്ടിൽ തുടരുന്നിടത്തോളം ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. അതിനവള് സമ്മതിക്കോ? അവളുടെ സമ്മതം ചോദിച്ചിട്ട് ഓരോന്ന് ചെയ്യാൻ ഇത് അവളുടെ വീടല്ലല്ലോ. ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതല്ലമ്മേ, പെട്ടെന്ന് അവളോട് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞ അവക്ക് വിഷമാവില്ലേ? അവളുടെ വിഷമങ്ങളെ പറ്റി നീ എന്തിനാ ചിന്തിക്കുന്നത്? നിനക്ക് ശരിക്കും അവളോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ? അമ്മ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കരുത്. എനിക്ക് പ്രീതിയോട് ഒരു സ്നേഹവുമില്ല. പക്ഷേ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ അവൾക്ക് ഉറപ്പായിട്ടും ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നും. നമ്മളോടുള്ള ദേഷ്യത്തിൽ അവൾ എല്ലാ സത്യവും മഞ്ജുവിനോട് പറഞ്ഞാലോ? അമ്മേ, അവൾ ആകെ തകർന്നു പോകും. പ്രീതി സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ട് ആകെ വിഷമിച്ചിരിക്കുക. ഈ അവസരത്തിൽ അവൾ ആഗ്രഹിക്കുന്നത് അവളെ സംരക്ഷിക്കുന്ന ഒരു കുടുംബം മാത്രമാണ്. അവൾ ഇവിടെ നിന്ന് പോകുന്നതുവരെ നമ്മൾ ആ സംരക്ഷണം കൊടുത്താൽ പ്രീതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോകുന്ന എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ നിന്റെ വെറും തോന്നലുകൾ മാത്രം. പ്രീതി നീ വിചാരിക്കുന്നത് പോലെ വെറും സംരക്ഷണം ആഗ്രഹിച്ച് ഈ വീട്ടിൽ കഴിയുന്നവളല്ല. അവള് ലക്ഷ്യം വെക്കുന്നത് നിന്നെയാ. അവൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജുവിന്റെ സ്ഥാനം പിടിച്ചെടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും അവള് തയ്യാറാ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് പറ്റിയ തെറ്റിന് ആ പാവത്തിന് എന്തിനാ ശിക്ഷിക്കുന്നത്? നിനക്ക് മാത്രമാണ് തെറ്റുപറ്റിയത്. നിനക്ക് അന്ന് നടന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. കുടിച്ചത് കാരണം നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. പക്ഷേ അവൾക്ക് നല്ല ബോധം ഉണ്ടായിരുന്നില്ലേ? നീ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ചെയ്താൽ തന്നെ അവൾക്ക് നിലവിളിച്ചുകൂടെ? ഞാൻ ഓടി വരില്ലേ? അവൾ അങ്ങനെയൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാ? അപ്പൊ അവളുടെ മനസ്സിൽ നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു പെണ്ണിനും അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷനെ മറ്റൊരു പെണ്ണിനും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രീതി മഞ്ജുവിനെ കാണുന്നത് ഒരു എതിരാളിയായിട്ട് തന്നെയാ. നിനക്കിങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതുകൊണ്ട് അവൾക്ക് നിന്നോടൊരു ബന്ധം സ്ഥാപിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടാവും. ആ തെറ്റിദ്ധാരണ മാറ്റാതെ പറ്റില്ല. അതിന് പ്രീതി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതാ നല്ലതെന്ന് ഞാൻ പറഞ്ഞത്. അമ്മ ഇങ്ങനെ ചെന്ന് അവളോട് സംസാരിച്ച പ്രീതി ഒരു ബഹളവും വെക്കാതെ ഒഴിഞ്ഞു പോകുന്ന ഉറപ്പുണ്ടോ? നിനക്ക് അവളോട് സംസാരിക്കാൻ പേടിയാണെങ്കിൽ അത് പറ, ഞാൻ സംസാരിച്ചോളാം. മൂന്ത, എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട മഞ്ജു. മഹിമയെ ജയിലിലാക്കിയതിനു ശേഷം അതിനുള്ള എല്ലാ ഉത്തരവാദിത്വം ഒളിച്ചോടി വീട്ടമ്മയായി താൻ സമാധാനമായിട്ട് ജീവിക്കുകയല്ലേ? എടോ, ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റബോധം തനിക്കുണ്ടോ? മഹിമയെ കൊടുക്കാൻ വേണ്ടിയല്ല ഞാനൊന്നും ചെയ്തത്. എന്റെ സ്ഥാനത്ത് ഏതൊരു പോലീസുകാരിയും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. മഹിമ കുറ്റക്കാരിയല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് തെളിയിക്കാൻ മുകുന്ദൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യൂന്ന് പറയാനാ ഞാൻ വന്നത്. മഞ്ജുവിന് ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ? തീർച്ചയായും. എന്നാലേ മഞ്ജു തിരിച്ച് ജോലി കയറണം. എന്താ, പറ്റില്ലേ? ഒരു പോലീസ് എന്ന രീതിയിൽ എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാവരെയും ദ്രോഹിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ മുകുന്ദനെ സഹായിക്കാൻ കഴിയും. യൂണിഫോം ധരിക്കുന്നതിന് മുമ്പുള്ള മഞ്ജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാരെയും പേടിക്കുന്ന, ആത്മവിശ്വാസമില്ലാത്ത ആ മഞ്ജു തന്നെയാ ഇപ്പോഴും എന്റെ മുന്നിൽ നിൽക്കുന്നത്. തനിക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല. മുകുന്ദ, എന്നെ കൊണ്ട് മഹിമയെ രക്ഷിക്കാൻ സാധിക്കും. എന്നെ ഒന്ന് വിശ്വസിക്ക്. വിശ്വാസം തനിക്കും കിരിക്കും എന്നോടുണ്ടോ ഈ പറഞ്ഞ വിശ്വാസം?